ഹലോ നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത്, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ടാണ്, അതിൻ്റെ ഒരു ചരിത്രം എങ്ങനെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. The British came to India in 1600 as traders in the form of East India Company, which had the exclusive right of trading in India under a charter granted by Queen Elizabeth I. അപ്പോൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് 1600 വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? കച്ചവടക്കാരായിട്ടാണ് വന്നത്. കമ്പനിയുടെ പേര് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നുള്ളതായിരുന്നു. which had exclusive right of trading in India under a charter granted by Queen Elizabeth I. ക്വീൻ എലിസബത്ത് I കൊടുത്ത ഒരു ചാർട്ടർ അനുസരിച്ചാണ് അവർ ഇന്ത്യയിലേക്ക് ട്രേഡിംഗ് കമ്പനിയായുള്ള അവകാശവും എക്സ്ക്ലൂസീവ് റൈറ്റുമായിട്ടാണ് അവർ വരുന്നത്. അങ്ങനെ ഇൻ 1765 1765 the company which till now had purely trading function obtained the Diwani. അങ്ങനെ 1765 കമ്പനിക്ക്, അതുവരെ കമ്പനി ഒരു ട്രേഡിംഗ് ഫങ്ഷൻ മാത്രമായിരുന്നു നിർവഹിച്ചിരുന്നത്. അതിനുശേഷം ദിവാനി അവകാശം. ദിവാനി എന്ന് പറഞ്ഞാൽ ദ റൈറ്റ്സ് ഓവർ റവന്യൂ ആൻഡ് സിവിൽ ജസ്റ്റിസ് ഓഫ് ബംഗാൾ, ബീഹാർ ആൻഡ് ഒറീസ. ബംഗാളിൻ്റെയും ബീഹാറിലെയും ഒറീസയുടെയും റവന്യൂ, അതേപോലെ തന്നെ സിവിൽ ജസ്റ്റിസിനുള്ള അവകാശമാണ് അതോടുകൂടി അവർക്ക് കിട്ടിയത്. ദിസ് സ്റ്റാർട്ടഡ് ഇറ്റ്സ് കരിയർ ആസ് എ ടെറിട്ടോറിയൽ പവർ. അങ്ങനെയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ടെറിട്ടോറിയൽ പവറായിട്ട് അതിൻ്റെ ഒരു കരിയർ സ്റ്റാർട്ട് ചെയ്തത്. ഇൻ 1858 ഒന്നാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ഇൻ ദ വെയ്ക്ക് ഓഫ് ദ സിപ്പായി മുട്ടിനി എന്നാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുക. അതിൻ്റെ സമയത്ത് ദ ബ്രിട്ടീഷ് ക്രൗൺ അസ്യൂംഡ് ഡയറക്റ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ ദ ഗവർണൻസ് ഓഫ് ഇന്ത്യ. ഇന്ത്യ ഭരിക്കുന്നതിനുള്ള നേരിട്ടുള്ള ഉത്തരവാദിത്തം ബ്രിട്ടീഷ് രാജ്ഞി ആണ് ഏറ്റെടുത്തു. ദിസ് റൂൾ കണ്ടിന്യൂഡ് അണ്ടിൽ ഇന്ത്യ വാസ് ഗ്രാൻറ്റഡ് ഇൻഡിപെൻഡൻസ് ഓൺ August 15, 1947. അങ്ങനെ ആ ഭരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ തുടർന്നു. 1940 August 15. ഇതാണ് അതിൻ്റെ ചരിത്രം. ഇത് നമ്മൾ അങ്ങനെ വിത്ത് ഇൻഡിപെൻഡൻസ് കെയിം ദ നീഡ് ഓഫ് എ കോൺസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ നമുക്ക് 1947 സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നമുക്കൊരു ഭരണഘടന വേണം എന്നുള്ള ഒരു ആവശ്യം വന്നു. ഹെൻസ് എ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വാസ് ഫോംഡ് ഫോർ ദിസ് പർപ്പസ് ഇൻ 1946 ആൻഡ് ഓൺ January 26, 1950 ദ കോൺസ്റ്റിറ്റ്യൂഷൻ കെയിം ഇൻ ടു ബീയിങ്. അങ്ങനെയാണ് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടിയ സമയത്താണ് നമുക്കൊരു ഭരണഘടന വേണം എന്നൊരാവശ്യം വന്നത്. അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഈ ആവശ്യത്തിന് വേണ്ടി 1946 ഉണ്ടാക്കി. അങ്ങനെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നിലവിൽ വന്നതാണ് January 26, 1950. However, various features of Indian constitution and polity have their roots in British rule. ഇന്ത്യൻ ഭരണഘടനയുടെ പല സവിശേഷതകളും, ഇന്ത്യൻ ഭരണഘടനയുടെയും അതേപോലെ തന്നെ രാഷ്ട്രീയത്തിൻ്റെയും പ്രധാനപ്പെട്ട സവിശേഷതകളൊക്കെ അതിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മൾ എടുത്തതാണ്. There were certain events in the British rule that laid down the legal framework for the organization and functions of government and administration in British India. പല കാര്യങ്ങളും, പല സംഭവങ്ങളും ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്തുണ്ടായിരുന്ന പല സംഭവങ്ങളുമാണ് ബ്രിട്ടീഷ് ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേഷനും ഗവൺമെൻറ്റിൻ്റെ ഫങ്ഷൻസിനുമൊക്കെ, അതിൻ്റെ ഫങ്ഷനിങ്ങിനും അതിൻ്റെ ഓർഗനൈസേഷനും ഒക്കെ വേണ്ടിയുള്ള ലീഗൽ ഫ്രെയിം ഉണ്ടാക്കിയെടുത്തത് പല സംഭവങ്ങളും ബ്രിട്ടീഷ് കാലത്ത് ഉണ്ടായിരുന്ന പല സംഭവങ്ങളുമാണ്. ദീസ് ഇവൻറ്റ്സ് ഹാവ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റി. ഈ സംഭവങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തെയും നമ്മുടെ ഭരണഘടനയും വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. They are explained here in chronological order under two major headings. അത് ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ
ഒരു കാലക്രമത്തിൻ്റെ ഓർഡറിൽ ഇവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ദ കമ്പനി റൂൾ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1773 മുതൽ 1858 കാലഘട്ടം വരെയാണ് കമ്പനിയുടെ റൂള് എന്ന് പറയുന്നത്. അടുത്ത രണ്ടാമത്തെ ഘട്ടം ദ ക്രൗൺ റൂളാണ്, അതായത് രാജാവിൻ്റെ ഭരണം അല്ലെങ്കിൽ രാജ്ഞിയുടെ ഭരണം. അത് 1858 മുതൽ 1947 വരെ ആണ്. അപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പനിയുടെ ഭരണം 1773 മുതൽ 1858 വരെയുള്ള കാലമാണ്. അതിൽ ഒന്നാമത്തെ ആക്ട് എന്ന് പറയുന്നത്, ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത് റെഗുലേറ്റിംഗ് ആക്റ്റാണ്. 1773. ദിസ് ആക്ട് വാസ് ഓഫ് ഗ്രേറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇമ്പോർട്ടൻസ്. ഭരണഘടനയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ആക്റ്റാണിത്. കാരണം 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇറ്റ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ബൈ ബ്രിട്ടീഷ് ഗവൺമെൻറ് ടു കൺട്രോൾ ആൻഡ് റെഗുലേറ്റ് ദ അഫയേഴ്സ് ഓഫ് ദ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനായിട്ടും ബ്രിട്ടീഷ് ഗവൺമെൻറ് ആദ്യമായിട്ട് എടുത്ത സ്റ്റെപ്പാണ് എന്നുള്ളതുകൊണ്ട് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത ഇറ്റ് റെക്കഗ്നൈസ്ഡ് ഫോർ ദ ഫസ്റ്റ് ടൈം ദ പൊളിറ്റിക്കൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഫങ്ഷൻസും അതേപോലെ തന്നെ പൊളിറ്റിക്കൽ ഫങ്ഷൻസും ആദ്യമായിട്ട് റെക്കഗ്നൈസ് ചെയ്തത് ഈ റെഗുലേറ്റിംഗ് ആക്റ്റോട് കൂടെയാണ് എന്നുള്ളത് കൊണ്ടാണ്. മൂന്നാമത്, ഇറ്റ് ലേഡ് ദ ഫൗണ്ടേഷൻ ഓഫ് സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ. ഇന്ത്യയിൽ ഒരു കേന്ദ്രീകൃത ഭരണം അതിനടിസ്ഥാനമിട്ടതും ഈ 1773 1773 റെഗുലേറ്റിംഗ് ആക്റ്റാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട് വെയർ ആസ് ഫോളോ. അപ്പോൾ ഒരു 5 സവിശേഷതകളാണ് നമ്മൾ ഇതിൽ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തേതെന്ന് പറയുന്നത്, ഇറ്റ് ഡെസിഗ്നേറ്റഡ് ദ ഗവർണർ ഓഫ് ബംഗാൾ ആസ് ദ ഗവർണർ ഓഫ് ജനറൽ ഓഫ് ബംഗാൾ. അപ്പോൾ അതുവരെ ബംഗാളിൻ്റെ ഗവർണറാണ് ഉണ്ടായിരുന്നത്. ബംഗാളിൻ്റെ ഗവർണർ എന്നുള്ള ആ ഒരു പോസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ളൊരു പോസ്റ്റായിട്ട് മാറി. ആൻഡ് ക്രിയേറ്റഡ് ആൻ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഓഫ് 4 members ടു അസിസ്റ്റ് ഹിം. അതേപോലെ തന്നെ ഈ ഗവർണർ ജനറൽ ഓഫ് ബംഗാളിനെ അസിസ്റ്റ് ചെയ്യാനായിട്ട് 4 മെമ്പർമാരുള്ള ഒരു എക്സിക്യൂട്ടീവ് കൗൺസിലിനെ ഉണ്ടാക്കി എന്നുള്ളതാണ്. ദ ഫസ്റ്റ് സച്ച് എ ഗവർണർ ജനറൽ വാസ് ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ്. അങ്ങനെ ആദ്യമായിട്ട് വന്ന ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആയിരുന്നു ലോർഡ് വാറൻ ഹേസ്റ്റിങ്സ്. ഇറ്റ് മേഡ് ദ ഗവർണേഴ്സ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് പ്രസിഡൻസി സബോർഡിനേറ്റ് ടു ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ, അൺലൈക്ക് ഏർലിയർ വെൻ ദ 3 presidencies were independent of one another. അതിൻ്റെ രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, ഈ ഒരു റെഗുലേറ്റിംഗ് ആക്റ്റോടുകൂടെ മദ്രാസ് പ്രസിഡൻസിയുടെയും ബോംബെ പ്രസിഡൻസിയുടെയും ഗവർണർമാർ ബംഗാൾ ഗവർണർ ജനറലിൻ്റെ സബോർഡിനേറ്റായി, അതായത് ഇതിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരായി മാറി ബോംബെയിലെയും മദ്രാസിലെയും ഗവർണർമാർ എന്നുള്ളതാണ്. അതിന് മുമ്പ് അൺലൈക്ക് ഏർലിയർ, മുമ്പത്തെ പോലെയല്ല. മുമ്പ് എങ്ങനെയായിരുന്നു? വെൻ ദ 3 presidencies were independent of one another. 3 പേരും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന പ്രസിഡൻസികളായിരുന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ സവിശേഷത. ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് സുപ്രീം കോർട്ട് അറ്റ് കൽക്കട്ട 1774 കംപ്രൈസിങ് 1 ചീഫ് ജസ്റ്റിസ് ആൻഡ് 3 other judges. ഈ ഒരു നിയമത്തോടു കൂടിയാണ് കൽക്കത്തയിൽ 1774 സുപ്രീം കോടതി നിലവിൽ വരുന്നത്. ആ സുപ്രീം കോടതിയിൽ എങ്ങനെയുള്ളതായിരുന്നു? കംപ്രൈസിങ് 1 ചീഫ് ജസ്റ്റിസ്, ഒരു ചീഫ് ജസ്റ്റിസും ആൻഡ് 3 other judges, 3 മറ്റുള്ള ജഡ്ജിമാരുമായിരുന്നു. നാലാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, ഇറ്റ് പ്രോഹിബിറ്റഡ് സെർവൻറ്റ് ഓഫ് കമ്പനി ഫ്രം എൻഗേജിങ് ഇൻ എനി പ്രൈവറ്റ് ട്രേഡ് ഓർ ആക്സെപ്റ്റിംഗ് പ്രസൻസ് ഓർ ബ്രൈബ്സ് ഫ്രം ദ നേറ്റീവ്സ്. ഈ നിയമം വന്നതോടുകൂടി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ അവർ ഒരു സ്വകാര്യ ബിസിനസ്സിലും പ്രൈവറ്റ് ട്രേഡിലും ഇടപെടാൻ പാടില്ല എന്ന് കമ്പനി നിരോധിച്ചു. അതേപോലെ തന്നെ നാട്ടുകാരായ ഇന്ത്യക്കാരിൽ നിന്ന് ബ്രൈബ് മേടിക്കാൻ പാടില്ല, കോയ വാങ്ങാൻ പാടില്ല, അതേപോലെ തന്നെ സമ്മാനം സ്വീകരിക്കാൻ പാടില്ല, ഇതൊക്കെ നിരോധിച്ചു ഈ നിയമത്തോടു കൂടി. അഞ്ചാമത്തെ സവിശേഷത, ഇറ്റ് സ്ട്രെങ്തൻ ദ കൺട്രോൾ ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓവർ ദ കമ്പനി ബൈ റിക്കറിങ് ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ടു
ടു റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് റവന്യൂ, സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ഇൻ ഇന്ത്യ. ഈ നിയമത്തോടു കൂടി കമ്പനിയുടെ മേലെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനുള്ള നിയന്ത്രണം ശക്തിപ്പെട്ടു എന്നാണ് അത് എന്ത് പറയുന്നത്. എങ്ങനെയാണ്? ബൈ റിക്വയറിംഗ് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ്, അതായത് ഗവൺമെൻറ് ഒരു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനിയുടെ മേൽ ചുമതലപ്പെടുത്തിക്കൊണ്ട് എന്നുള്ളതാണ്. അതായത് ഈ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് കമ്പനി ടു റിപ്പോർട്ട് ഓൺ ഇറ്റ്സ് റവന്യൂ, അതിന് കമ്പനിക്ക് എത്ര റവന്യൂ ഉണ്ട് അത് റിപ്പോർട്ട് ചെയ്യണമായിരുന്നു കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിന്. കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഗവേണിംഗ് ബോഡി ഓഫ് ദ കമ്പനിയാണ്, കമ്പനിയുടെ ഗവേണിംഗ് ബോഡിയാണ്. അതിൻ്റെ റവന്യൂ, അതേപോലെ തന്നെ സിവിൽ ആൻഡ് മിലിറ്ററി അഫയേഴ്സ് ഇന്ത്യയിൽ എന്തൊക്കെ മിലിറ്ററി പ്രവർത്തനങ്ങൾ, അതിൽ സിവിൽ കാര്യങ്ങൾ ഒക്കെ കമ്പനി ചെയ്യുന്നുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിനെ ബോധ്യപ്പെടുത്തണമായിരുന്നു. ഇനി അടുത്ത വന്നത് അമെൻമെൻറ്റ് ആക്റ്റാണ്. അമെൻമെൻറ്റ് ആക്ട് ഓഫ് 1781, 1781 അമെൻമെൻറ്റ് ഭേദഗതി നിയമം എന്ന് പറയുന്നത്. അതാണ് പ്രധാനപ്പെട്ട ഒരു അടുത്ത ഘട്ടം. അതെങ്ങനെയാണ്? ഇൻ എ ബിഡ് ടു റെക്ടിഫൈ ദ ഡിഫക്ട്സ് ഓഫ് ദ റെഗുലേറ്റിംഗ് ആക്ട് ഓഫ് 1770, 1773 റെഗുലേറ്റിംഗ് ആക്ടിന് പല പോരായ്മകളും ഉണ്ട് എന്ന് മനസ്സിലാക്കി അത് തിരുത്താനുള്ള ഒരു ശ്രമത്തിനിടയിൽ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ് ദ അമെൻഡിങ് ആക്ട് ഓഫ് 1781. അങ്ങനെയാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു അമെൻമെൻറ്റ്, ഒരു 1773 നിയമത്തിൻ്റെ ഒരു ഭേദഗതി വരുത്തിക്കൊണ്ട് 1881 ഒരു അമെൻമെൻറ്റ് ആക്ട് പാസ്സാക്കിയത്. ഓൾസോ നോൺ ആസ് ദ ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ്. ഈ ഒരു ആക്ട് ഓഫ് സെറ്റിൽമെൻറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നു. ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട്സ് വെയർ ആസ് ഫോളോസ്. ഈ അമെൻഡിങ് ആക്ട് ഓഫ് 1781 സവിശേഷതകൾ എന്താണെന്നാണ് നോക്കുന്നത്. ഒന്ന്, അതിന് അഞ്ച് സവിശേഷതകളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഒന്നാമത്തെ സവിശേഷത, ഇറ്റ് എക്സംപ്റ്റഡ് ഗവർണർ ജനറൽ ആൻഡ് ദ കൗൺസിൽ ഫ്രം ദ ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഫോർ ആക്ട്സ് ഡൺ ബൈ ദം ഇൻ ദെയർ ഒഫീഷ്യൽ കപ്പാസിറ്റി. ഗവർണർ ജനറലിനെ ഒഴിവാക്കി ആൻഡ് കൗൺസിൽ, ഗവർണർ ജനറലിനെയും അദ്ദേഹത്തിൻ്റെ കൗൺസിലിനെയും സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് ഒന്നാമത്തെ സവിശേഷത. അതായത് ഫോർ ദ ആക്ട്സ് ഡൺ ബൈ ദം ഇൻ ദെയർ ഒഫീഷ്യൽ കപ്പാസിറ്റി. ഗവർണർ ജനറലോ അദ്ദേഹത്തിൻ്റെ കൗൺസിലോ ചെയ്യുന്ന ഒഫീഷ്യലായുള്ള കാര്യങ്ങൾക്ക് സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷൻ അല്ലാതായി അതോടുകൂടി, ഈ നിയമം വന്നതോടുകൂടി. അതേപോലെ തന്നെ സിമിലർലി ഇറ്റ് ഓൾസോ എക്സംപ്റ്റഡ് ദ സെർവൻസ് ഓഫ് ദ കമ്പനി ഫ്രം ജൂറിസ്ഡിക്ഷൻ ഓഫ് ദ സുപ്രീം കോർട്ട് ഫോർ ദെയർ ഒഫീഷ്യൽ ആക്ഷൻസ്. അതേപോലെ തന്നെ കമ്പനിയുടെ ജോലിക്കാരായ അവരെയും സുപ്രീം കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ നിന്ന് ഒഴിവാക്കി അവരുടെ ഒഫീഷ്യൽ ആക്ഷൻസ്, പ്രൈവറ്റ് ആയിട്ടുള്ള ആക്ഷൻസിനല്ല, അവരുടെ ഇൻഡിവിജ്വൽ ആക്ഷൻസിനല്ല, അവരുടെ ഒഫീഷ്യൽ ആക്ഷൻസിൽ നിന്ന് സുപ്രീം കോടതിൻ്റെ പരിധിയിൽ നിന്ന് ജൂറിസ്ഡിക്ഷനിൽ ഒഴിവാക്കി. രണ്ടാമത്തെ സവിശേഷത, ഇറ്റ് എക്സ്ക്ലൂഡ് റവന്യൂ മാറ്റേഴ്സ് ആൻഡ് മാറ്റേഴ്സ് റൈസിംഗ് ദ കളക്ഷൻ ഓഫ് റവന്യൂ ഫ്രം ജൂറിസ്ഡിക്ഷൻ ഓഫ് സുപ്രീം കോർട്ട്. സുപ്രീം കോടതിൻ്റെ പരിധിയിൽ നിന്ന് ഈ റവന്യൂ കളക്ട് ചെയ്യുക, വരുമാനം കളക്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ അതേപോലെ തന്നെ റവന്യൂ മാറ്റേഴ്സും ഒക്കെ, റവന്യൂ കളക്ട് ചെയ്യുന്ന വിഷയങ്ങളും അതേപോലെ തന്നെ റവന്യൂ ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ് രണ്ടാമത്തെ സവിശേഷത. മൂന്നാമത്, ഇറ്റ് പ്രൊവൈഡഡ് ദാറ്റ് സുപ്രീം കോർട്ട് വാസ് ഹാവ് ജൂറിസ്ഡിക്ഷൻ ഓവർ ഓൾ ദ ഇൻഹാബിറ്റൻസ് ഓഫ് കൽക്കത്ത. അതേപോലെ തന്നെ ഈ നിയമം കൊണ്ട് വേറൊരു കാര്യമുണ്ട്. സുപ്രീം കോർട്ട് അതിൻ്റെ അധികാരപരിധി, ജൂറിസ്ഡിക്ഷൻ എന്ന് പറയുന്നത് ഓവർ ഓൾ ദ ഇൻഹാബിറ്റൻസ് ഓഫ് കൽക്കത്ത, കൽക്കത്തയിലെ എല്ലാ ജനങ്ങളുടെ മേലിലും എല്ലാ ആളുകളുടെ മേലിലും അതിന് നടപടിയെടുക്കാനുള്ള ഒരു ജൂറിസ്ഡിക്ഷൻ ഉണ്ട് എന്നുള്ളത് ഈ സുപ്രീം കോടതിക്ക് അതിൻ്റെ അധികാരപരിധി വിശാലമായി എന്നുള്ളതാണ്. ഇറ്റ് ഓൾസോ റിക്വയർഡ് ദ കോർട്ട് ടു അഡ്മിനിസ്റ്റർ ദ പേഴ്സണൽ ലോ ഓഫ് ഡിഫൻഡൻസിൻ്റെ പേഴ്സണൽ ലോ, പ്രജകളുടെ, ഇന്ത്യക്കാരായ ആളുകളുടെ പേഴ്സണൽ ലോ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യാനുള്ള അധികാരവും കോർട്ടിന് കൊടുത്തു എന്നുള്ളതാണ്. ഹിന്ദുസ് വെയർ ടു ബി ട്രൈഡ് അക്കോർഡിംഗ് ടു ഹിന്ദു ലോ.
ഹിന്ദുക്കളെ വിചാരണ ചെയ്തിരുന്നത് ഹിന്ദു ലോ അനുസരിച്ചും മുസ്ലിംസ് വേർ ടു ബി ട്രൈഡ് അക്കോർഡിംഗ് ടു മുഹമ്മദൻ ലോ. മുസ്ലിങ്ങളെ വിചാരണ ചെയ്തിരുന്നത് മുഹമ്മദൻ ലോ അനുസരിച്ചുമായിരുന്നു എന്നാക്കി ഈ നിയമത്തോടു കൂടി. നാലാമത്, ഇറ്റ് ലേഡ് ഡൗൺ ദാറ്റ് അപ്പീൽസ് ഫ്രം ദ പ്രൊവിൻഷ്യൽ കോർട്ട് കുഡ് ബി ടേക്കൺ ടു ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ ആൻഡ് നോട്ട് ദ സുപ്രീം കോർട്ട്. മറ്റുള്ള പ്രൊവിൻസുകളിൽ നിന്നുള്ള അപ്പീലുകളൊക്കെ ഗവർണർ ജനറലിലേക്കാക്കി ഈ നിയമം വന്നതോടുകൂടി. നേരെ സുപ്രീം കോടതിയിലേക്ക് അല്ല അപ്പീൽ ചെയ്യേണ്ടത്, ഗവർണർ ജനറലിലേക്കാക്കി മാറ്റി. മറ്റുള്ള പ്രൊവിൻസുകളിൽ നിന്നുള്ള പ്രൊവിൻഷ്യൽ കോർട്ടുകളുടെ അപ്പീലൊക്കെ സുപ്രീം കോടതിൻ്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ട് ഗവർണർ ജനറലിലേക്കാക്കി. അഞ്ചാമത്തെ സവിശേഷത, ഇറ്റ് എംപവേർഡ് ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ ടു ഫ്രെയിം റെഗുലേഷൻ ഫോർ പ്രൊവിൻഷ്യൽ കോർട്സ് ആൻഡ് കൗൺസിൽ. ഗവർണർ ജനറലിനെയും അദ്ദേഹത്തിൻ്റെ കൗൺസിലിനെയും അധികാരപ്പെടുത്തി. എന്തിന്? പ്രൊവിൻഷ്യൽ കോർട്ടുകളെയും കൗൺസിലുകളുടെയും റെഗുലേഷൻ, എങ്ങനെ അത് റെഗുലേറ്റ് ചെയ്യണമെന്നുള്ള നിയമം ഉണ്ടാക്കാനുള്ള അധികാരം ഗവർണർ ജനറലും അദ്ദേഹത്തിൻ്റെ കൗൺസിലിനും ഈ നിയമം വന്നതോടുകൂടി കൊടുത്തു. അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് പിറ്റ്സ് ഇന്ത്യ ആക്ട് ആണ്. 1784 1784 പിറ്റ്സ് ഓഫ് ഇന്ത്യ ആക്ട്. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആക്ട് വാസ് പിറ്റ്സ് ഇന്ത്യ ആക്ട് ഓഫ് 1784. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമമാണ് പിറ്റ്സ് ഇന്ത്യ ആക്ട്. ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട്സ് വെർ ആസ് ഫോളോ. ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്നു. നമ്മളൊരു 3 ഫീച്ചേഴ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇറ്റ് ഡിസ്റ്റിംഗ്വിഷ്ഡ് ബിറ്റ്വീൻ ദ കൊമേഴ്സ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഓഫ് ദ കമ്പനി. ഈ പിറ്റ്സ് ഇന്ത്യ ആക്ട് നിയമം വന്നതോടുകൂടി കമ്പനിയുടെ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് എന്താണെന്നും അത് കമ്പനിയുടെ കൊമേഴ്ഷ്യൽ ഫങ്ഷൻസ് എന്താണെന്ന് അതിന് തരം തിരിച്ചു. രണ്ടാമതെന്ന് പറയുന്നത്, ഇറ്റ് അലൗഡ് ദ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ടു മാനേജ് ദ കൊമേഴ്സ്യൽ അഫയേഴ്സ്. കമ്പനിയുടെ കൊമേഴ്ഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ കോർട്ട് ഓഫ് ഡയറക്ടറിന് അനുവാദം കൊടുത്തു. അതേപോലെ തന്നെ ബട്ട് ക്രിയേറ്റഡ് എ ന്യൂ ബോഡി കോൾഡ് ബോർഡ് ഓഫ് കൺട്രോൾ. പക്ഷേ പൊളിറ്റിക്കൽ അഫയേഴ്സ് കൈകാര്യം ചെയ്യാനായിട്ട് പുതിയൊരു ബോഡി ക്രിയേറ്റ് ചെയ്തു. അതിന് ബോർഡ് ഓഫ് കൺട്രോൾ എന്നാണെന്ന് പറയുന്നത്. എ ന്യൂ ബോഡി കോൾഡ് ബോർഡ് ഓഫ് കൺട്രോൾ ടു മാനേജ് ദ പൊളിറ്റിക്കൽ അഫയേഴ്സ്. ദാസ് ഇറ്റ് എസ്റ്റാബ്ലിഷ്ഡ് എ സിസ്റ്റം ഓഫ് ഡബിൾ ഗവൺമെൻറ്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ സിസ്റ്റം, അതായത് ആ സിസ്റ്റത്തിൻ്റെ പേരാണ് ഡബിൾ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഇതോടുകൂടി ഉണ്ടായി. മൂന്നാമത്തെ സവിശേഷത പിറ്റ്സ് ഇന്ത്യ ഓഫ് ആക്ടിൻ്റെ, ഇറ്റ് എംപവേർഡ് ദ ബോർഡ് ഓഫ് കൺട്രോൾ ടു സൂപ്പർവൈസ് ആൻഡ് ഡയറക്ട് ഓൾ ഓപ്പറേഷൻസ് ഓഫ് ദ സിവിൽ ആൻഡ് മിലിറ്ററി ഗവൺമെൻറ് ഓർ റവന്യൂസ് ഓഫ് ദ ബ്രിട്ടീഷ് പോർഷൻ ഇന്ത്യ. ബോർഡ് ഓഫ് കൺട്രോളിനെ അധികാരപ്പെടുത്തി. എന്തിന്? ഈ നിയമം ടു സൂപ്പർവൈസ് ആൻഡ് ഡയറക്ട് ഓൾ ഓപ്പറേഷൻ ഓഫ് ദ സിവിൽ മിലിറ്ററി ഗവൺമെൻറ്. It empowered the board of control to supervise and direct all operation of the civil and military government or revenue of the British portion India. ഇന്ത്യയിലെ ബ്രിട്ടീഷിൻ്റെ അധികാരത്തിലുള്ള എല്ലാ സാധനങ്ങളുടെയും റവന്യൂ, അതായത് പിന്നെ മിലിറ്ററി ഭരണം, അതേപോലെ തന്നെ സിവിൽ, ഇതിൻ്റെ എല്ലാത്തിൻ്റെ ഓപ്പറേഷന് ഡയറക്റ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനും ആരെ അധികാരപ്പെടുത്തി? ബോർഡ് ഓഫ് കൺട്രോളിനെ അധികാരപ്പെടുത്തി എന്നുള്ളതാണ് പറയുന്നത്. ദസ് ദ ആക്ട് വാസ് എ സിഗ്നിഫിക്കൻറ്റ് ഫോർ 2 reasons. 2 കാരണങ്ങൾ കൊണ്ടാണ് പിറ്റ്സ് ഓഫ് ഇന്ത്യ ആക്ട് വളരെ പ്രധാനപ്പെട്ടതാകാൻ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ദ കമ്പനീസ് ടെറിട്ടറീസ് ഇന്ത്യ വേർ ദ ഫസ്റ്റ് ടൈം കോൾഡ് ദ ബ്രിട്ടീഷ് പോസ്റ്റ് ഇന്ത്യ. ഈ നിയമത്തിലാണ് ആദ്യമായിട്ട് ഇന്ത്യ ബ്രിട്ടീഷ് പോർഷൻസ് എന്ന് വിളിച്ചത്. ഇന്ത്യയിൽ ബ്രിട്ടൻ്റെ അധികാരത്തിലുള്ള സാധനങ്ങൾ, അതിൻ്റെ ഉടമസ്ഥയിലുള്ള സാധനങ്ങൾ എന്ന് ആദ്യമായിട്ട് വിളിച്ചത് ഈ നിയമത്തിലാണ്, പിറ്റ്സ് ഓഫ് ഇന്ത്യ ആക്ട്. ആൻഡ് ദ സെക്കൻഡ്, ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് വാസ് ഗിവൻ ദ സുപ്രീം കൺട്രോൾ ഓവർ കമ്പനീസ് അഫയേഴ്സ് ആൻഡ് ഇറ്റ്സ് അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യ. അതേപോലെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് കമ്പനിയുടെ ഇന്ത്യയിൽ കമ്പനിയുടെ അഡ്മിനിസ്ട്രേഷനും അതിൻ്റെ അഫയേഴ്സിലുമൊക്കെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അധികാരം, സുപ്രീം കൺട്രോൾ നൽകിയതും ഈ നിയമത്തോടു കൂടിയാണ്. അടുത്ത നിയമം ആക്ട് ഓഫ് 1786 1786 ഒരു നിയമമാണ്. ആക്ട് പ്രകാരം
ലോർഡ് കോൺവാലിസ് അപ്പോയിൻറ്റഡ് ആസ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ. 1756 കോൺവാലീസിനെയാണ് ഗവർണർ ജനറൽ ഓഫ് ബംഗാളായിട്ട് നിയമിച്ചത്. ഈ പ്ലേസ്ഡ് ദ 2 ഡിമാൻഡ്സ് ടു അക്സെപ്റ്റ് ദാറ്റ് പോസ്റ്റ്. അങ്ങനെ അദ്ദേഹത്തെ ഗവർണർ ജനറലായി നിയമിച്ചപ്പോൾ അദ്ദേഹം 2 ഡിമാൻഡാണ് വെച്ചത്. ഒന്ന് എന്താണ്? ഹി ഷുഡ് ബി ഗിവൺ പവർ ടു ഓവർറൈഡ് ദ ഡിസിഷൻ ഓഫ് ഹിസ് കൗൺസിൽ ഇൻ സ്പെഷ്യൽ കേസസ്. അദ്ദേഹത്തിൻ്റെ ഗവർണർ ജനറലിൻ്റെ കൗൺസിലിൻ്റെ എടുക്കുന്ന തീരുമാനത്തിൽ അദ്ദേഹത്തിന് കൂടുതൽ പവർ വേണം എന്ന് ചില പ്രത്യേക കേസ് ഇൻ സ്പെഷ്യൽ കേസസ് ഈ ഷുഡ് ബി ഗിവൺ പവർ ടു ഓവർറൈഡ് ദ ഡിസിഷൻ ഓഫ് കൗൺസിൽ എടുക്കുന്ന തീരുമാനത്തിന് മുകളിൽ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തിന് ചില അധികാരങ്ങൾ കൊടുക്കണം. ഇൻ സ്പെഷ്യൽ കേസ്, എല്ലാ കേസിലും അല്ല, സ്പെഷ്യൽ കേസ്, ചില പ്രത്യേക കേസുകളിൽ അങ്ങനെ അധികാരം കൊടുക്കണം. എന്നാൽ മാത്രമേ താൻ ഗവർണർ ജനറൽ ആകൂ എന്നുള്ള ഒരു ഡിമാൻഡ് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഡിമാൻഡ് ഈ വുഡ് ഓൾസോ ബി കമാൻഡർ ഇൻ ചീഫ് അദ്ദേഹം ആയിരിക്കണം എന്നും ഒരു നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു. അക്കോർഡിംഗ്ലി ദ ആക്ട് ഓഫ് 1786 വാസ് എനാക്റ്റഡ് ടു മേക്ക് ബോത്ത് പ്രൊവിഷൻ. അങ്ങനെ ഈ 2 വ്യവസ്ഥകളും നിയമമാക്കിക്കൊണ്ടാണ് 1786 ഈ ആക്ട് നിലവിൽ വരുന്നത്. അടുത്ത നിയമം ചാർട്ടർ ആക്ട് ഓഫ് 1793 ആണ്. 1793 ചാർട്ടർ ആക്ട്. ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട് വെർ ആസ് ഫോളോ. ഈ ചാർട്ടർ ആക്ടിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ ഓവർറൈഡിംഗ് പവർ ഗിവൺ ടു ലോർഡ് കോൺവാലിസ് ടു ഹിസ് കൗൺസിൽ ടു ഓൾ ഫ്യൂച്ചർ ഗവർണർ ജനറൽ ആൻഡ് ഗവർണർ ഓഫ് പ്രസിഡൻസീസ്. ഈ ചാർട്ടർ ആക്ട് നിയമത്തോടുകൂടി ഗവർണർ ജനറൽക്ക് അദ്ദേഹത്തിൻ്റെ കൗൺസിലിൻ്റെ അധികാരത്തെ ഉണ്ടായിരുന്ന അധികാരം അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഇനി വരുന്ന ടു ഓൾ ഫ്യൂച്ചർ ഗവർണർ ജനറൽ, ഇനി വരുന്ന എല്ലാ ഗവർണർ ജനറൽമാർക്കും എന്ത് ചെയ്യാം, അദ്ദേഹത്തിൻ്റെ കൗൺസിലിലെ തീരുമാനത്തെ മറികടക്കാം. ആൻഡ് ഗവർണേഴ്സ് ഓഫ് പ്രസിഡൻസീസ്, മറ്റുള്ള പ്രസിഡൻസികളിലെ ഗവർണർമാർക്കും. ഇറ്റ് ഗേവ് ദ ഗവർണർ ജനറൽ മോർ പവേഴ്സ് ആൻഡ് കൺട്രോൾ ഓവർ ദ ഗവൺമെൻറ് ഓഫ് ദ സബോർഡിനേറ്റ് പ്രസിഡൻസീസ് ഓഫ് ബോംബെ ആൻഡ് മദ്രാസ്. മറ്റുള്ള ബംഗാളല്ലാത്ത മറ്റുള്ള ബോംബെ അതേപോലെ തന്നെ മദ്രാസ് ഈ സബോർഡിനേറ്റ് പ്രസിഡൻസികളുടെ ഗവൺമെൻറ്റിൻ്റെ പൂർണ്ണ അധികാരവും കൂടുതൽ കൺട്രോളും ഗവർണർ ജനറൽ എന്ന് കിട്ടി എന്നുള്ളതാണ്. ഇറ്റ് എക്സ്റ്റെൻഡഡ് ദ ട്രേഡ് മോണോപ്പൊളി ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ ഫോർ അനദർ പീരീഡ് ഓഫ് 20 years. ഈ നിയമത്തോടു കൂടി ഒരു 20 വർഷം കൂടി കമ്പനിക്ക് കച്ചവടത്തിലെ മോണോപ്പൊളിയും ഈ ഒരു നിയമം കൊണ്ട് കിട്ടി. ഇറ്റ് പ്രൊവൈഡ് ദാറ്റ് ദ കമാൻഡർ ചീഫ് വാസ് നോട്ട് ടു ബി മെമ്പർ ഓഫ് ദ ഗവർണർ ജനറൽ ഓഫ് കൗൺസിൽ. ഈ നിയമത്തോടു കൂടി ഗവർണർ ജനറൽ കൗൺസിലിലെ ഒരു മെമ്പർ ആവാൻ പാടില്ല കമാൻഡർ ഇൻ ചീഫ് എന്നുള്ള ഒരു നിയമം വന്നു. അൺലെസ് ഹി വാസ് അപ്പോയിൻറ്റഡ്, അദ്ദേഹത്തെ ആ ഒരു പോസ്റ്റിൽ അപ്പോയിൻ്റ് ചെയ്താലല്ലാതെ. It laid down that members of the board of control and their staff were henceforth to be paid out of the Indian revenue. ഈ നിയമത്തോടു കൂടി ഈ ബോർഡ് ഓഫ് കൺട്രോളിലെ മെമ്പേഴ്സിന് അതേപോലെ തന്നെ അവരുടെ സ്റ്റാഫിന് ഒക്കെ ഇന്ത്യയുടെ വരുമാനത്തിൽ നിന്ന് അവർക്ക് ശമ്പളം കൊടുക്കണം എന്നുള്ള ഒരു നിയമവും വന്നു. ഇതൊക്കെയാണ് ഇതിന് സവിശേഷത. അടുത്തത് ചാർട്ടർ ആക്ട് ഓഫ് 1813, 1813 ചാർട്ടർ ആക്റ്റാണ് നമ്മളൊന്ന് പഠിക്കാൻ പോകുന്നത്. ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട് വെർ ആസ് ഫോളോ. ഈ ഒരു ആക്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് അബോളിഷ്ഡ് ദ ട്രേഡ് മോണോപ്പൊളി ഓഫ് ദ കമ്പനി ഇൻ ഇന്ത്യ. The Indian trade was thrown upon to all British merchants. However, it continued the monopoly of company over trade in tea and trade with China. ഈ 1813 നിയമം അനുസരിച്ച് ഇന്ത്യയിലെ കമ്പനിയുടെ ട്രേഡ് മോണോപ്പൊളി, കച്ചവടം ചെയ്യാനുള്ള അവർക്ക് മാത്രമേ അധികാരം ഉണ്ടായി, മോണോപ്പൊളി ആയിരുന്നു അവരുടെ, അത് ഇല്ലാതാക്കി. ദ ഇന്ത്യൻ ട്രേഡ് വാസ് ത്രോൺ അപ്പൻ ടു ഓൾ ബ്രിട്ടീഷ്. ഇതോടുകൂടി ബ്രിട്ടീഷുകാരായ എല്ലാ കച്ചവടക്കാർക്കും
ഇന്ത്യയിൽ കച്ചവടം ചെയ്യാം എന്നുള്ള ഒരവസ്ഥ ഉണ്ടായി, എല്ലാവർക്കുമായി തുറന്നു കൊടുത്തു. പക്ഷേ ഹവർ ഇറ്റ് കണ്ടിന്യൂ ദ കമ്പനി മോണോപ്പൊളി ഓഫ് ദ കമ്പനി ഓവർ ട്രേഡ് ഇൻ ടീ ആൻഡ് ട്രേഡ് വിത്ത് ചൈന. പക്ഷേ അതിനുശേഷം ഈ നിയമത്തിന് ശേഷവും ചൈനയുമായിട്ട് കച്ചവടം ചെയ്യാനും അതേപോലെ ചായ കച്ചവടം ട്രേഡ് ഇൻ ടീയും അതിനുള്ള ചായ കച്ചവടം ചെയ്യാനുള്ള കമ്പനിയുടെ മോണോപ്പൊളി വീണ്ടും തുടർന്നു എന്നുള്ളതാണ്. ഇറ്റ് അസർട്ടഡ് ദ സോവർണിറ്റി ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ ഓവർ ദ കമ്പനീസ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. ഈ നിയമത്തോടു കൂടി ബ്രിട്ടീഷ് രാജ്ഞി ഇന്ത്യയിലെ കമ്പനിയുടെ ടെറിട്ടറിയുടെ മുകളിൽ ബ്രിട്ടീഷ് കൗൺസിലിനുള്ള അധികാരം സോവർണിറ്റി ഇതോടുകൂടി സ്ഥിരപ്പെട്ടു. ഇറ്റ് അലൗഡ് ദ ക്രിസ്ത്യൻ മിഷനറീസ് ടു കം ടു ഇന്ത്യ ഫോർ ദ പർപ്പസ് ഓഫ് എൻലൈറ്റിംഗ് ദ പീപ്പിൾ. ഇന്ത്യയിലെ ജനങ്ങളെ അവർക്കൊരു പ്രബോധനം ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഇന്ത്യയിലേക്ക് ക്രിസ്ത്യൻ മിഷനറിമാരെ അനുവദിച്ചു എന്നുള്ളതാണ്. അതിൽ നാലാമത്തെ സവിശേഷത, ഇറ്റ് പ്രൊവൈഡഡ് ഫോർ ദ സ്പ്രെഡ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ എമംഗ് ദ ഇൻഹാബിറ്റൻസ് ഓഫ് ബ്രിട്ടീഷ് ടെറിട്ടറീസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രദേശങ്ങളിൽ വസിക്കുന്ന ആളുകൾക്കിടയിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്പ്രെഡ് ചെയ്ത് തുടങ്ങിയത് ഈ ഒരു നിയമത്തോടു കൂടിയാണ്. ഇറ്റ് ഓതറൈസ് ദ ലോക്കൽ ഗവൺമെൻറ്റ്സ് ഇന്ത്യ ടു ഇമ്പോസ് ടാക്സസ് ഓൺ പേഴ്സൺസ്. ഇന്ത്യക്കാരായ ആളുകളുടെ മേൽ ടാക്സ് ഇമ്പോസ് ചെയ്യാനായിട്ട് ഇന്ത്യയിലെ ലോക്കൽ ഗവൺമെൻറ്റിനെ അധികാരപ്പെടുത്തിയത് ഈ നിയമമാണ്. അതേപോലെ തന്നെ ദേ കുഡ് ഓൾസോ പണിഷ് പേഴ്സൺ ഫോർ നോട്ട് പേയിങ് ടാക്സസ്. ഇന്ത്യക്കാരായ ആളുകൾ ആരെങ്കിലും ടാക്സ് അടക്കുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ ശിക്ഷിക്കാനും ഈ നിയമം മൂലം സാധിച്ചു എന്നുള്ളതാണ്. അടുത്തത് ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത് 1833 ആക്റ്റാണ്. ദിസ് ആക്ട് വാസ് ഫൈനൽ സ്റ്റെപ്പ് ടുവേർഡ്സ് സെൻട്രലൈസേഷൻ ഇൻ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യയിൽ സെൻട്രലൈസേഷനുള്ള ഒരു അവസാനത്തെ സ്റ്റെപ്പായിരുന്നു. ഒരു കേന്ദ്രീകൃത ഭരണത്തിലേക്കുള്ള അവസാനത്തെ സ്റ്റെപ്പായിരുന്നു ഈ നിയമം എന്ന് പറയുന്നത്. 1833 ചാർട്ടർ ആക്ട്. ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട് വെയർ ആസ് ഫോളോ. ഈ ചാർട്ടർ ആക്ടിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് മേഡ് ദ ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ ആസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഈ നിയമത്തോടുകൂടി 1833 ഈ നിയമത്തോടുകൂടി ഗവർണർ ജനറൽ ഓഫ് ബംഗാൾ എന്നുള്ള പോസ്റ്റ് ഇല്ലാതായി. പകരം ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നുള്ള പോസ്റ്റായി മാറി. ആൻഡ് വെസ്റ്റഡ് ഇൻ ഓൾ സിവിൽ ആൻഡ് മിലിറ്ററി പവേഴ്സ്. അദ്ദേഹത്തിനായിരുന്നു എല്ലാ സിവിൽ മിലിറ്ററി പവേഴ്സും ഉണ്ടായിരുന്നത്. ദസ് ദ ആക്ട് വാസ് ക്രിയേറ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഗവർണർ ഓഫ് ഇന്ത്യ ഹാവിംഗ് അതോറിറ്റി ഓവർ ദ എൻ്റയർ ടെറിട്ടോറിയൽ ഏരിയ പോസ്റ്റ് ബൈ ദ ബ്രിട്ടീഷ് ഇന്ത്യ. ഈ നിയമത്തോടു കൂടി ഇന്ത്യയിലെ ബ്രിട്ടീഷുകാർക്കുണ്ടായിരുന്ന എല്ലാ ഏരിയകളെയും മൊത്തം അതോറിറ്റി ഗവർണർ ജനറൽക്ക് ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ കൈകളിലായി എന്നുള്ള ഒരു നിയമം ഉണ്ടായി എന്നുള്ളതാണ്. ലോർഡ് വില്യം ബെൻഡിക് വാസ് ദ ഫസ്റ്റ് ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ. ഫസ്റ്റ് ഗവർണർ ജനറൽ ആരായിരുന്നു? ഇന്ത്യ വില്യം ബെൻഡിക് ആയിരുന്നു. ഇറ്റ് ഡിപ്രൈവ്ഡ് ദ ഗവർണർ ഓഫ് ബോംബെ ആൻഡ് മദ്രാസ് ഫോർ ദ ലെജിസ്ലേറ്റീവ് പവേഴ്സ്. ഈ നിയമം വന്നതോടുകൂടി ബോംബെയിലെയും മദ്രാസിലെയും ഗവർണർ പ്രസിഡൻസികളിലെ ഗവർണർമാരുടെ അവർക്ക് ലെജിസ്ലേഷനുള്ള നിയമം നിർമ്മിക്കാനുണ്ടായിരുന്ന ആ ഒരു പവർ ഇല്ലാതാക്കി, ഡിപ്രൈവ് ചെയ്തു എന്നാണ് പറയുന്നത്. ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ വാസ് ഗിവൻ എക്സ്ക്ലൂസീവ് ലെജിസ്ലേറ്റീവ് പവർ ഫോർ ദ എൻ്റയർ ബ്രിട്ടീഷ് ഇന്ത്യ. ബ്രിട്ടീഷുകാരുടെ കൈവശമുണ്ടായിരുന്ന ഇന്ത്യ മുഴുവൻ അതിന് ലെജിസ്ലേറ്റീവ് പവർ അദ്ദേഹത്തിന് മാത്രമായിട്ട് നൽകപ്പെട്ടു എന്നുള്ളതാണ്. എക്സ്ക്ലൂസീവ് ലെജിസ്ലേഷൻ പവേഴ്സ് എന്ന് പറയുന്നത്. ദ ലോ മെയ്ഡ് അണ്ടർ ദ പ്രീവിയസ് ആക്ട് വെയർ കോൾഡ് ആസ് റെഗുലേഷൻ. ഇതുവരെ ഉണ്ടായിരുന്ന നിയമങ്ങളെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്ന പേര് എന്തായിരുന്നു? റെഗുലേഷൻ എന്നുള്ളതായിരുന്നു. ഇനി അങ്ങോട്ട് വൈൽ ലോസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട് വെയർ കോൾഡ് ആസ് ആക്ട്സ്. ഇനി അങ്ങോട്ടുള്ള നിയമങ്ങളൊക്കെ ആക്ട്സ് എന്നുള്ള പേരാണ് അറിയപ്പെട്ടത്. ഇറ്റ് എൻഡഡ് ദ ആക്ടിവിറ്റീസ് ഓഫ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആസ് എ കൊമേഴ്സ്യൽ ബോഡി. ഒരു വാണിജ്യ സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഉണ്ടായിരുന്ന ഈസ്റ്റ് ഇന്ത്യ പ്രവർത്തനങ്ങൾ ഇതോടുകൂടി അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. വിച്ച് ബിക്കെയിം എ പ്യുവർലി അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി. ഈ നിയമത്തോടു കൂടി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയായിട്ട് മാറി എന്നുള്ളതാണ്. ഇറ്റ് പ്രൊവൈഡഡ് ദാറ്റ് കമ്പനീസ് ടെറിട്ടറീസ് ഇന്ത്യ വെയർ ഹെൽഡ് ബൈ ഇറ്റ്
ഇൻ ട്രസ്റ്റ് ഓഫ് ഹിസ് മെജസ്റ്റി ഹിസ് ഹെയർസ് ആൻഡ് സക്സസേഴ്സ് എന്നുള്ളതായി. ഈ നിയമത്തോടുകൂടി ഈ ഇന്ത്യയിൽ കമ്പനിയുടെ പ്രദേശങ്ങൾ ഒക്കെ അത് വെറും ഒരു കമ്പനിയുടെ കൈവശം രാജ്ഞിക്ക് വേണ്ടി അല്ലെങ്കിൽ രാജാവിന് വേണ്ടി അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനന്തരാവകാശികൾ പിന്തുടർച്ചക്കാർക്ക് വേണ്ടി കൈവശം വെക്കുന്ന ഒരു ട്രസ്റ്റ് മാത്രമായിട്ട് മാറി എന്നുള്ളതാണ്. ദ ചാർട്ടർ ആക്ട് ഓഫ് 1833 1833 ചാർട്ടർ ആക്ട് attempted to introduce system of open competition for selection of civil servant. ആദ്യമായിട്ട് സിവിൽ സർവീസിന് സെലക്ഷൻ കിട്ടാൻ ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ എന്നുള്ള സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ചാർട്ടർ ആക്ടിലൂടെയാണ് എന്നുള്ളതാണ്. 1810 പ്രധാനപ്പെട്ടതാണ്. ആൻഡ് സ്റ്റേറ്റഡ് ദാറ്റ് ദ ഇന്ത്യൻ ഷുഡ് നോട്ട് ബി ഡീബാർഡ് ഫ്രം ഹോൾഡിംഗ് എനി പ്ലേസ് ഓഫീസ് ഓർ എംപ്ലോയ്മെൻറ്റ് അണ്ടർ ദ കമ്പനി. കമ്പനിയുടെ കീഴിലുള്ള ജോലികൾ അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാനം അവർ കൈവശം വെക്കുന്നതിൽ നിരക്കാർ ഡീബാർ ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് ഇറങ്ങിയതും ഈ ഒരു നിയമത്തോടു കൂടിയാണ്. However, this provision was negated after opposition from the Court of Directors. പക്ഷേ ഈ നിയമങ്ങളൊന്നും നടപ്പിലായില്ല. അതായത് സിവിൽ സർവീസിന് ഒരു ഓപ്പൺ കോമ്പറ്റീഷൻ വേണമെന്നുള്ള സിസ്റ്റം ഒരു ശ്രമം അത് വിഫലമായി. അതേപോലെ തന്നെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ ഇന്ത്യക്കാർക്ക് എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ ഓഫീസ് അല്ലെങ്കിൽ ഒരു പ്ലേസ് കൊടുക്കണമെന്നുള്ള ഒരു നിയമം കോർട്ട് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ഓപ്പോസിഷൻ മൂലം അത് നടന്നില്ല എന്നുള്ളതാണ്. അടുത്തത് ചാർട്ടർ ആക്ട് ഓഫ് 1853 1853 ചാർട്ടർ ആക്റ്റാണ്. ദിസ് വാസ് ദ ലാസ്റ്റ് ഓഫ് ദി സീരീസ് ഓഫ് ചാർട്ടർ ആക്ട്സ് പാസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് പാർലമെൻറ്റ് ബിറ്റ്വീൻ 1793 ആൻഡ് 1853. 1793 1853 ഇടയിൽ ബ്രിട്ടീഷ് പാർലമെൻറ്റ് പാസ്സാക്കിയ ഒരു സീരീസ് ഓഫ് ചാർട്ടർ ആക്ടിൽ അവസാനത്തേതാണെന്ത് ചാർട്ടർ ആക്ട് എന്ന് പറയുന്നത്. ഇറ്റ് വാസ് എ സിഗ്നിഫിക്കൻ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ലാൻഡ്മാർക്ക്. ഇത് പ്രധാനപ്പെട്ട ഒരു ഭരണഘടനയുടെ പ്രധാനപ്പെട്ട ഒരു ലാൻഡ്മാർക്കായിരുന്നു എന്നുള്ളതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ദ ഫീച്ചേഴ്സ് ഓഫ് ദിസ് ആക്ട് വെർ ആസ് ഫോളോ. അത് ഈ ഒരു നിയമത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. It is separated for the first time the legislative and executive function of Governor General of Council. ഇന്ത്യൻ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ അദ്ദേഹത്തിൻ്റെ കൗൺസിലിൻ്റെ ഫങ്ഷൻ എക്സിക്യൂട്ടീവ് ഫങ്ഷൻസ് എന്താണെന്നും ലെജിസ്ലേറ്റീവ് ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നും ആദ്യമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇറ്റ് പ്രൊവൈഡഡ് ഫോർ അഡീഷൻ ഓഫ് 6 ന്യൂ മെമ്പേഴ്സ് കോൾഡ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ടു ദ കൗൺസിൽ. കൗൺസിലേക്ക് പുതിയതായിട്ട് 6 മെമ്പർമാരെ കൊണ്ടുവന്നു എന്നുള്ളതാണ്. ഇൻ അതർ വേർഡ്സ് ഇറ്റ് എസ്റ്റാബ്ലിഷ് സെപ്പറേറ്റ് ഗവർണർ ജനറൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ വിച്ച് കെയിം ടു ബി നോൺ ആസ് ദ ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു സെപ്പറേറ്റ് ഗവർണർ ജനറൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. അതിനറിയപ്പെട്ടിരുന്നത് എന്താണ്? ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അല്ലെങ്കിൽ സെൻട്രൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്നായിരുന്നു. ദിസ് ലെജിസ്ലേറ്റീവ് വിങ് ഓഫ് ദ കൗൺസിൽ ഫങ്ഷൻ ആസ് മിനി പാർലമെൻറ്റ്. ഇതൊരു ചെറിയ പാർലമെൻറ്റ് പോലെയായിരുന്നു അത് പ്രവർത്തിച്ച് ഈ കൗൺസിലിൻ്റെ വിങ് ഈ ലെജിസ്ലേറ്റീവ് വിങ്ങിന് ഈ കൗൺസിൽ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അഡോപ്റ്റിംഗ് ദ സെയിം പ്രൊസീജിയർ ആസ് ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ എങ്ങനെയാണോ അതിൻ്റെ പ്രൊസീജിയർ ഉണ്ടായിരുന്നത് അതേപോലെ ഉള്ള പ്രൊസീജിയറാണ് അവർ അഡോപ്റ്റ് ചെയ്തത്. ദസ് രജിസ്ട്രേഷൻ ഫോർ ദ ഫസ്റ്റ് ടൈം വാസ് ട്രീറ്റഡ് ആസ് എ സ്പെഷ്യൽ ഫംഗ്ഷൻ ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ സ്പെഷ്യൽ ഫംഗ്ഷനായിട്ട് ആദ്യമായിട്ട് ഇതിനെ ട്രീറ്റ് ചെയ്തത് ഈ ആക്റ്റാണ്, ചാർട്ടർ ആക്റ്റാണ്. റിക്വയറി സ്പെഷ്യൽ മെഷീനറി ആൻഡ് സ്പെഷ്യൽ പ്രോസസ്സ്. അതിനൊരു സ്പെഷ്യൽ മെഷീനറിയും സ്പെഷ്യൽ പ്രോസസ്സും ആവശ്യമാണ് എന്നുള്ളതാണ്. ഇത് ഇൻട്രൊഡ്യൂസ് ആൻ ഓപ്പൺ കോമ്പറ്റീഷൻ സിസ്റ്റം ഓഫ് സെലക്ഷൻ ആൻഡ് റിക്രൂട്ട്മെൻറ്റ് ഓഫ് സിവിൽ സർവൻസ്. സിവിൽ സർവീസിന് ഒരു ഓപ്പണായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ സിസ്റ്റം, ഒരു മത്സര സംവിധാനം വേണമെന്നുള്ളതും സിവിൽ സർവീസിൻ്റെ സെലക്ഷനും അതേപോലെ റിക്രൂട്ടിനും വേണം എന്നുള്ള ഒരു തീരുമാനം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ ചാർട്ടർ ആക്ടിലൂടെയാണ്. ദ കവനേറ്റഡ് സിവിൽ സർവീസ് വാസ് ദസ് ത്രോൺ ഓപ്പൺ ടു
ഇന്ത്യൻ സോൾസ്, അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കും സിവിൽ സർവീസ് എഴുതാം എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടായി. അക്കോർഡിംഗ്ലി ദ മക്കാള കമ്മിറ്റി ദ കമ്മിറ്റി ഓഫ് ഇന്ത്യൻ സിവിൽ സർവീസ് വാസ് അപ്പോയിൻറ്റഡ് ഇൻ 1854. അങ്ങനെ 1854 ഒരു മക്കാള കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റി അതിനുവേണ്ടി ഉണ്ടാക്കി എന്നുള്ളതാണ്, അപ്പോയിൻ്റ് ചെയ്തു. ആ കമ്മിറ്റീനെ ഇന്ത്യൻ കമ്മിറ്റി ഓൺ ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന പേരാണ് അറിയപ്പെടുന്നത്. ഇറ്റ് എക്സ്റ്റെൻഡഡ് കമ്പനീസ് റൂൾ ആൻഡ് അലൗഡ് ടു റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ഇന്ത്യൻ ടെറിട്ടറീസ് ഓൺ ട്രസ്റ്റ് ഫോർ ദ ബ്രിട്ടീഷ് ക്രൗൺ. ഇറ്റ് എക്സ്റ്റെൻഡഡ് കമ്പനീസ് റൂൾ, ഈ നിയമത്തോടുകൂടി കമ്പനിയുടെ അധികാരം, ഭരണം അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് അലൗഡ് ഇറ്റ് റീറ്റെയിൻ ദ പൊസിഷൻ ഓഫ് ഇന്ത്യൻ ടെറിട്ടറീസ് ഓൺ ട്രസ്റ്റ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ. ബ്രിട്ടീഷ് ഭരണാധികാരിയുടെ ട്രസ്റ്റിയായിട്ട് ഇന്ത്യൻ പ്രദേശങ്ങൾ കൈവശം വെക്കാനുള്ള അവകാശം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൊടുത്തു. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് സ്പെസിഫൈ എനി പർട്ടിക്കുലർ പീരീഡ്. മുമ്പൊക്കെ 20 സമയത്തിനായിരുന്നു കൊടുത്തിരുന്നെങ്കിൽ ഈ പ്രാവശ്യം ഒരു പർട്ടിക്കുലർ സമയം അതിന് കൊടുത്തില്ല എന്നുള്ളതാണ്. അൺലൈക്ക് ദ പ്രീവിയസ് ചാപ്റ്റർ, മുമ്പുണ്ടായിരുന്ന ചാപ്റ്ററുകൾ പോലെയല്ല, അതിന് പ്രത്യേക പർട്ടിക്കുലർ പീരീഡ് കൊടുത്തില്ല എന്നുള്ളതാണ്, സ്പെസിഫൈ ചെയ്തില്ല. ദിസ് വാസ് എ ക്ലിയർ ഇൻഡിക്കേഷൻ ദാറ്റ്, ഇതിൽ നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദ കമ്പനീസ് റൂൾസ് കുഡ് ബി ടെർമിനേറ്റഡ് അറ്റ് എനി ടൈം. കമ്പനിയുടെ അധികാരം, ഭരണം അത് ഏത് സമയത്തും അറ്റ് എനി ടൈം ദ പാർലമെൻറ്റ് ലൈക്ക്ഡ്, ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇഷ്ടമുള്ള സമയത്ത് ഏത് സമയത്തും ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ളത് ആണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഇൻട്രൊഡ്യൂസ് ദ ഫസ്റ്റ് ടൈം ലോക്കൽ റെപ്രസെൻറ്റേഷൻ ഇൻ ദ ഇന്ത്യൻ സെൻട്രൽ ഓർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ഇന്ത്യൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ലോക്കൽ റെപ്രസെൻറ്റേഷൻ ആദ്യമായിട്ട് കൊടുത്തത് ഈ നിയമം കൊണ്ടാണ്. ഓഫ് ദ 6 ന്യൂ ലെജിസ്ലേറ്റീവ് മെമ്പേഴ്സ് ഓഫ് ദ ഗവർണർ ജനറലിൻ്റെ കൗൺസിലിലേക്ക് ഉണ്ടായിരുന്ന 6 ലെജിസ്ലേറ്റീവ് മെമ്പർമാർ were appointed by the local governments of Madras, Bombay, Bengal, Agra. ആഗ്രയിലെയും ബംഗാളിലെയും ബോംബെ, മദ്രാസ് അങ്ങനെ തുടങ്ങിയുള്ള ലോക്കൽ പ്രൊവിൻസുകളിൽ നിന്നായിരുന്നു ഈ 6 മെമ്പർമാരെ തിരഞ്ഞെടുത്തിരുന്നത്. ഇതോടുകൂടി നമ്മൾ നമ്മുടെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്.